ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1174ന്റെ സ്പോയിലേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. മെയിൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത ഒരാളെ മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള അഭിനവ് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ, അങ്ങോട്ടും സ്നേഹം മാത്രം. പിന്നെ ഗൈസ്, നമ്മുടെ ചാനൽ 6000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു പോയിന്റിൽ എത്താൻ കുറച്ചുകൂടി പോയാൽ മതി. സോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അത്രേ ഉള്ളൂ, നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. നമുക്കപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. ദ സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. കവർ ഫോട്ടോ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോജർ ഒരു ടീറെക്സിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇപ്പോൾ ഗോഡ് നൈറ്റ്സ് ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വെച്ചിരുന്ന ആ കപ്പൽ പൊളിഞ്ഞല്ലോ. പക്ഷേ കുട്ടികളുടെ ആ നടത്തം നിന്നിട്ടില്ല. അവരാ ആരോയുടെ കൺട്രോളിൽ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുഴിയുടെ നേരെയാണ്. അതായത് ആ കപ്പൽ തകർന്നത് കാരണം സീ ക്ലൗഡ്സിൽ ഒരു വലിയ ഹോൾ ഉണ്ടായി. അപ്പൊ അതിന് നേരെയാണ് ഈ കുട്ടികൾ പോകുന്നത്. സോമേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, ഈ പിള്ളേർ മുകളിലെ ഈ കുഴിയിൽ നിന്ന് താഴേക്ക് വീണ് ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ, ഇവര് പോയാൽ നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് ജയന്റ് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാമല്ലോ എന്ന്. ഇപ്പോൾ റിപ്ലിയും അതേപോലെ തന്നെ മറ്റു കുട്ടികളുടെ വീട്ടുകാരും ഒക്കെ ഈ കുട്ടികളെ തടയാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അവരിപ്പോ ഈ കുട്ടികളെ എല്ലാം മുറുക്ക കെട്ടിപ്പിടിക്കുന്നുണ്ട്. സോബ ഉറപ്പായിട്ടും സോമേഴ്സിന്റെ ആ മുള്ളുകളൊക്കെ അവരുടെ ദേഹത്ത് കുത്തിക്കയറുന്നുണ്ടായിരിക്കും. എന്നിട്ടും ഗീവ് അപ്പ് ചെയ്യാതെ അവരും ആ കുട്ടികളോടൊപ്പം ആ കുഴിയിലേക്ക് വീഴുകയാണ്. സോ അപ്പോൾ എൽബാഫിന്റെ ഭാവി സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും അവസാനിച്ചു, എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് എൽബാഫിലെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലോക്കിയുടെ എൻട്രി. ലോക്കി ഒരു വലിയ കറുത്ത ഡ്രാഗണിന്റെ രൂപത്തിൽ വന്നിട്ട് ആ താഴേക്ക് വീണവരെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് മുകളിലേക്ക് പറന്നു വരികയാണ്. ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേരൊന്നും ഈ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതില് ഡ്രാഗണിന്റെ രൂപം എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നിദോഗ് ഡെവിൾ ഫ്രൂട്ട് ആയിരിക്കാം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പർപ്പിൾ കളർ ഡ്രാഗണിനെയാണ്. മുമ്പൊരു കളർ സ്പ്രെഡില് ആ കളറിലുള്ള ഒരു ഡ്രാഗൺ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോൾ ലോക്കിയുടെ ഡ്രാഗണിന്റെ കളർ ബ്ലാക്ക് ആണ്. ഇപ്പോൾ എന്തായാലും ഇത് വായിച്ചിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് ഒരു കിഡിലൻ പാനലിലാണ്. ആ ഡ്രാഗൺ ഫോമിലുള്ള ലോക്കിയുടെ തലയില് ഗിയർ 5ലുള്ള ലൂഫി ഉണ്ട്. പിന്നെ അണ്ണാന്റെ ഫോമില് റാഗ്നിറും ഉണ്ട്. ഇത് മിക്കവാറും വാനോ ആർക്കിലെ ലൂഫി ഡ്രാഗൺ ഫോമിലുള്ള മോമോനോസുക്കയുടെ പുറത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒരു പാനലായിരിക്കും. സോ ഈ കോംബോ കില്ലിംഗ്ഹാമിന്റെ മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരുന്നിടത്താണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് നെക്സ്റ്റ് വീക്ക്. ഇതെങ്ങനെ മനസ്സിലായി? It's called common sense. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം തീയാണ് ഈ ചാപ്റ്റർ, തീയാണ് ഇതിലെ പാനൽസ് ആൻഡ് തീയാണ് ഇതിലെ ബിൽഡപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. സോ അപ്പോൾ അടുത്ത ദിവസം ഫുൾ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.